ഓൾറെഡി ഒരു എക്സിസ്റ്റിംഗ് വീടുണ്ടായിരുന്നു. അപ്പോൾ അത് ഡിമോളിഷൻ ചെയ്യണം, ഒരു പുതിയ വീട് പണിയണം. പക്ഷെ എന്നാൽ ആ ഒരു ട്രഡീഷണൽ ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണം. അവരൊരു ബിഗ് ഫാമിലിയാണ്. 2 സിസ്റ്റേഴ്സ് ഉണ്ട്, ബേസിൽ, പിന്നെ പാരൻസ്. ചേച്ചിമാരുടെ പിള്ളേരും ചേച്ചിമാരൊക്കെ പുറത്താണ് സെറ്റിൽഡ്. അപ്പോൾ പിള്ളേരും പെറ്റും എല്ലാവരും കൂടെ നടന്ന് അല്ലെങ്കിൽ ഓടി നടക്കാനുള്ള ഒരു സ്പേസ് ഞങ്ങൾക്ക് അവിടെ ഉണ്ട്. സോ ഇറ്റ് വുഡ് ബി നൈസ് ഒരു ഈവനിങ്ങിലൊക്കെ പോയി ഒരു കോഫിയൊക്കെ ആയിട്ട് അവിടെ ഇരിക്കാൻ. ഇറ്റ് വുഡ് ബി എ നൈസ് പ്ലേസ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഫ്രണ്ട് ഏരിയ കുറച്ച് വേണം ഉണ്ടായിരുന്നു. ഗേറ്റ് തുറന്ന് കുറച്ച് സ്പേസ് വന്നിട്ട് വീട് വേണം എന്നുള്ളതായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ വരുമ്പോൾ ഒരു വെക്കേഷനിൽ എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റണം. ആ ഒരു സ്പേസ് വേണം. പക്ഷെ ഒരു 2 നിലയിലോട്ടൊന്നും പോകണ്ട. ഫോമൽ ലിവിങ്ങിൻ്റെ ഫേർണിച്ചേഴ്സ് കാണുമ്പോൾ തന്നെ അറിയാം ട്രഡീഷണൽ ലുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കെയിൻ ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇറ്റ്സ് ഓൾ ഹാൻഡ് ക്രാഫ്റ്റഡ്. അതുപോലെ ഈ ഒരു റൂമിൻ്റെ ഒരു സെപ്പറേഷൻ, അതായത് നമുക്കൊരു ഈ റൂം കഴിയുമ്പോൾ ഒരു ഫാമിലി ലിവിങ് ആണ് വരുന്നത്. അപ്പോൾ അതിനൊരു സെപ്പറേഷൻ കൊടുക്കാനാണ് ഈ ഒരു പാർട്ടീഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോർമൽ വീട്ടിലൊക്കെ കൊടുത്തിരിക്കുന്നതിനേക്കാളും കൂടുതലൊരു സ്ലാബ് ഹൈറ്റ് കൂടുതലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് നാച്ചുറൽ വെന്റിലേഷനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലാർജ് ഓപ്പണിങ്സ് എല്ലാം അതിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പേസാണ് ഇവിടെ ആ ഒരു ഹൈറ്റ് കൊടുത്തതുകൊണ്ട് തന്നെ സ്പേസ് കൂടുതൽ ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് സ്പേസ് ഇസ് എ ലക്ഷറി ഓഫ് ദിസ് ഹൗസ്. ഇന്റീരിയറിലും ആ ഒരു ട്രഡീഷണൽ ലുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഓൾ ദ ഫർണിച്ചേഴ്സ് ആർ വുഡൻ ആൻഡ് എവറി സിംഗിൾ ഫർണിച്ചർ ഇൻ ദിസ് ഹൗസ് ഇസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ബൈ അവർ ടീം. ലാർജ് ഓപ്പണിങ്സ് ആണ് എല്ലായിടത്തും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ത്രൂ ഔട്ട് ദ ഡിസൈൻ ഒരു ഓപ്പൺനെസ് ഫീൽ ചെയ്യണം, ഒരു നാച്ചുറൽ വെന്റിലേഷൻ ആൻഡ് എയർ ഫ്ലോ ഉണ്ടാവണം. അപ്പോൾ എല്ലാ റൂംസിൽ നോക്കിയാലും ഇറ്റ്സ് ലാർജ് വിൻഡോസ്. അതുപോലെ ആർച്ച് ഷേപ്പ് വിൻഡോസ് വരുന്നതും ആ ഒരു ട്രോപ്പിക്കൽ ആൻഡ് ട്രഡീഷണൽ ലുക്ക് തന്നെയാണ് തരുന്നത്. എക്സ്റ്റീരിയറിൽ ലാൻഡ്സ്കേപ്പും കാര്യമൊക്കെ ചെയ്തപ്പോൾ വി ട്രൈ ടു മെയിൻറ്റെയിൻ നോട്ട് ടു ഡിസ്റ്റർബ് ദ നേച്ചർ. ഓൾറെഡി ഉണ്ടായിരുന്ന ട്രീസും പ്ലാന്റ്സും അധികം കട്ട് ചെയ്തിട്ടില്ല. അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് ഓവറോൾ ലുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്തത്. I'm actually very happy and very satisfied working with Design Versus, and I think it was the best decision we took. We really enjoyed the process and we are really proud of the outcome.